വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമായിട്ട് ഒരു ഒഴിഞ്ഞ പറമ്പിൽ നിറയെ മാങ്ങ ഉണ്ടെന്നും പറഞ്ഞിട്ട് അനിയൻ എന്നെ കൂട്ടിക്കൊണ്ടുപോകും കേട്ടോ. എനിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, ആരാൻ്റെ പറമ്പിലെ മാവല്ലേ എത്രയായാലും. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി നിറച്ച് കല്ലൊക്കെ പെറുക്കി അപ്പുറത്തിപ്പുറത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിയിട്ട് അങ്ങോട്ട് എറിഞ്ഞിട്ടോ ഒരു ഏറി. എത്ര ആർക്കും വേണ്ടാത്ത മാവാന്ന് പറഞ്ഞാലും നമ്മൾ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യം വരും. ആ ഭാഗ്യത്തിന് 1-2 ഏറൊക്കെ എറിഞ്ഞപ്പോൾ തന്നെ ഒരു 2 കൊലയൊക്കെ വീണിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി മാങ്ങയായിരുന്നു കേട്ടോ, നല്ല മൊഞ്ചത്തി മാങ്ങകൾ, നല്ല വലിപ്പം ഉണ്ടായിരുന്നു. ഒരു കിളിമഞ്ഞ കളറൊക്കെ ആയിട്ട് നല്ല മാങ്ങകൾ കേട്ടോ. ഞങ്ങൾക്ക് നല്ല പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ നല്ല പഴുത്തൊരു മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ആ മാങ്ങ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ കുറച്ച് മാങ്ങ കായപ്പോൾ, ഒരു കവറ് മാങ്ങ കായപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടിട്ടോ. എനിക്ക് ആ പഴുത്ത മാങ്ങ മുറിക്കായിട്ട് ഒരു സമാധാനവും ഇല്ലായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി മാങ്ങയൊക്കെ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് ആ പഴുത്ത മാങ്ങ അങ്ങോട്ടേക്ക് എടുത്തിട്ട് നേരെ അടുക്കളയിലേക്ക് വിട്ടു. അടുക്കളയിൽ പോയി മുറിച്ച് നോക്കിയപ്പോൾ എന്തൊരു മധുരമായിരുന്നു, നല്ല കാമ്പൊക്കെ ഉള്ള നല്ല മധുരമുള്ള മാങ്ങ. ബാക്കി മാങ്ങ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അച്ചാറിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഒരു കിളിമഞ്ഞ കളറൊക്കെ ഉണ്ടെങ്കിലും പഴുത്തിട്ടില്ല കേട്ടോ, ഒരു ചെനപ്പ് വന്നിട്ടേ ഉള്ളൂ. ഇന്ന് പോയിട്ട് ആരും പിടിക്കാത്തതുകൊണ്ട് തന്നെ നാളെയും പോകണം എന്നൊക്കെ അനിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ നോക്കിയിട്ടൊന്ന് പോകണം. പിന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത വിശേഷങ്ങളായി കാണുന്നവരേക്കും ബൈ.